ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടന്നാലോ. അതിനുമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പൊ നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ശ്രുതിനെയാണ്. അങ്ങനെ നമ്മുടെ ശ്രുതിക്ക് എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങണം. മാത്രമല്ല ഫോൺ കൈ കിട്ടിയിട്ടുണ്ട്. ആന്റണിയുടെ അടുത്ത് കൊണ്ടുപോയി വിവരങ്ങളൊക്കെ ചോർത്തി കൊടുക്കണം, വീഡിയോസ് അയച്ചു കൊടുക്കണം. പിന്നെ എന്ത് ചെയ്യണം, നമ്മുടെ നവീന് രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് നവീനെ എങ്ങനെയെങ്കിലും സ്റ്റോപ്പ് ആക്കണം. നമ്മുടെ ശ്രുതിയോടുള്ള ആ ഒരു തട്ടിക്കയറ്റവും ഭീഷണിപ്പെടുത്തലൊക്കെ. അപ്പൊ അതുകൊണ്ടുള്ള ആ ഒരു വെപ്രാളത്തിലാണ് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ശ്രുതി പറയുന്നത്, നീ ഷോറൂമിൽ വന്നേ പറ്റുള്ളൂ. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി എന്തു പറഞ്ഞു, പറ്റത്തില്ല, എനിക്ക് ഷോറൂമിൽ വന്നുകൊണ്ട് എപ്പോഴും ശ്രുതിയുടെ കാര്യം നോക്കിക്കൊണ്ട് നടക്കാനേ എന്നെ കിട്ടത്തില്ല. എനിക്ക് എന്റേതായ കാര്യമുണ്ട്. എന്റെ ക്ലയൻസിനെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാലേ പിന്നെ എനിക്ക് അവരൊന്നും ഒരിക്കലും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്നല്ലേ പറഞ്ഞത്. ദേ ശ്രുതി, നീ ഇപ്പൊ വളർന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു ബിസിനസ്മാന്റെ വൈഫാണ്. നീ എന്തിനീ കണ്ടവരുടെ വീട്ടിലൊക്കെ പോയി മേക്കപ്പ് ചെയ്യാൻ നടക്കുന്നത്? നാണക്കേട്, വെറും ചീപ്പ് പരിപാടി. കുറച്ചു നാൾ കഴിയുമ്പം നീ മേക്കപ്പ് ജോലി തന്നെ ഒഴിവാക്കണം. അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. അത് പിന്നെ അതെനിക്ക് ഇഷ്ടപ്പെട്ട ജോലിയല്ലേ, ശ്രുതി എന്നല്ല. അത് ആര് പറഞ്ഞാലും ഞാനത് നിർത്താൻ പോകുന്നില്ല, നിർത്തില്ല. നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യും. നീ ഇന്നൊരു ദിവസത്തേക്ക് ഷോറൂമിൽ പോ. ശ്രുതിക്ക് എന്ന് പറഞ്ഞ് മനസ്സിലാവില്ലേ? എനിക്ക് ജോലി ഉണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞത്. എനിക്ക് പോകാൻ പറ്റില്ല. എന്നാ പിന്നെ ഞാൻ ഡീലറിനെ പിന്നെ പോയി കണ്ടോളാം. നീ എന്താന്ന് വെച്ചാൽ കാണിക്ക് എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ വെളിയിൽ ഇറങ്ങി പോകാൻ തുടങ്ങുമ്പോ പെട്ടെന്ന് ശ്രുതി അത് പുറകിലേക്ക് കയറുക. എന്നിട്ട് നമ്മുടെ ശ്രുതിയുടെ മുഖത്ത് നോക്കിയിട്ട്, അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ബിസിനസ്കാരനോട് നിനക്ക് ദേഷ്യമുണ്ടോ? ദേഷ്യമോ? എന്തിന്? അല്ല, എന്നോട് പിണങ്ങിയോ ഞാൻ ഇത്രയൊക്കെ ചൂടായി സംസാരിച്ചതിന്? പിണങ്ങാൻ മാത്രം ഇവിടെ എന്താ ശ്രുതി ഉണ്ടായത്? അതാണ് ബിസിനസ്കാരന്റെ വൈഫിന്റെ മൈൻഡ്. ഐ ലവ് യു മൈ ഡിയർ. എന്നാ പിന്നെ ബൈ, ഞാൻ പോയിട്ട് വരാമേ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ ശ്രുതി ശ്രുതി അങ്ങ് പോയപ്പോഴേ വട്ട് കേസ്, ഒരു ഐ ലവ് യു. വട്ട് കേസായി പോയല്ലോ എന്റെ ദൈവമേന്ന്. അത് കഴിഞ്ഞ് നേരെ നമ്മുടെ മീരേനെ വിളിച്ചിട്ട് പറയാണ്, അതേ, ഞാനേ സച്ചിയുടെ ഫോൺ എടുത്ത്, മീര, ആഞ്ജലീനെ കാണാനായിട്ട് പെട്ടെന്ന് തന്നെ പോണം, നീയും കൂടെ വരണേ. ഞാൻ വരാടി, നീ എന്നാ ഫോൺ വെച്ചിട്ട് പെട്ടെന്ന് വാന്ന് പറഞ്ഞു. ഏതായാലും നമ്മുടെ മീര എല്ലാത്തിനും കൂട്ടുള്ളത് കൊണ്ട് പിന്നെ ഒരാൾ സപ്പോർട്ട് ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെ നമ്മുടെ ശ്രുതി എന്ത് ചെയ്യുന്നു, മീരയുടെ അടുത്തേക്ക് പോവാ. ഈ സമയത്താണ് പാവ സച്ചി ആ ഹോട്ടലിലൊക്കെ പോയി ഭയങ്കര അന്വേഷണം കേട്ടോ. ഫോണ് നമ്മുടെ സച്ചിക്ക് കിട്ടുന്നതേ ഇല്ല. അവിടെ മുഴുവൻ തപ്പി മടുത്തു. അപ്പോഴത്തേക്ക് സച്ചിയുടെ കൂട്ടുകാരൻ വന്നിട്ട് പറഞ്ഞു, എടാ, ഞാൻ എല്ലായിടത്തും നോക്കി, ഒരിടത്ത് ഫോണില്ലടാ. ഞാനും നോക്കിയടാ, ഒരിടത്തും ഫോണില്ല. നോക്കാൻ ഇനി ഒരു സ്ഥലവും ബാക്കിയില്ലടാ. ഹോട്ടലിൽ ചെന്ന് ഇന്നലെ ഫംഗ്ഷൻ നടന്ന സ്ഥലത്ത് നോക്കി, ഇതേ ഇപ്പൊ ഇവിടെ നോക്കുന്നു, അവിടെ ഒന്നുമില്ല, വീട്ടിലും ഇല്ല, ആർക്കോട്ട് കിട്ടിയിട്ടുമില്ല. എടാ, ഒരു ഫോണല്ലേ, ലോണിലാണെങ്കിലും ഒരു ഫോൺ നമുക്ക് മേടിക്കാലോ. എടാ, ഫോണൊക്കെയാ ശരിയാ, അന്ന് അമ്മയുടെ ക്യാഷ് മോഷ്ടിച്ച ശരത്താന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലായിരുന്നു? അതിന്റെ CCTV ദൃശ്യങ്ങളെ ആ ഫോണിലാ ഉള്ളത്. അതാ പ്രശ്നം. അത് പുറത്തെങ്ങാണ പോയ തീർന്ന്, അത് ശരിയാവില്ല. അതോടുകൂടി തീർന്ന് നമ്മുടെയൊക്കെ ജീവിതം. ദേ എന്റെ പൊന്നു സച്ചി, നമുക്ക് ഈ ഫോൺ കാണാനില്ല എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുത്താലോ? അവര് ഫോൺ കണ്ടുപിടിച്ച് തന്നാലോ? അത് വേണോടാ, അത്രയ്ക്ക് റിസ്ക് എടുക്കണോ? പോലീസ് ആ വീഡിയോ കണ്ടാല് അതിലും വലിയ പ്രശ്നമാവില്ലേ? ഫോൺ കണ്ടെത്തി തരൂന്നല്ലാതെ അവര് അതിനകത്തുള്ള വീഡിയോസ് ഒന്നും കാണാൻ പോകുന്നില്ലെന്നേ. അങ്ങനെ പോകത്തില്ലെന്നേ. അത് ശരിയാവില്ലടാ. ശരത്തിന്റെ ജീവിതം വെച്ചാ കളിക്കുന്നത്. അതൊരിക്കലും ശരിയാവില്ല. വേണ്ട, നമുക്ക് നോക്കാം തൽക്കാലം എവിടെയെങ്കിലും ഉണ്ടോന്ന്. പോലീസും പിന്നെ പട്ടാളവും അതും ഇതും ഒരു ഫോൺ കാണാതെ പോയതിന് അതിന്റെ ആവശ്യം ഉണ്ടോ നമുക്ക് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ശരത്തിനോടല്ല, സോറി, സച്ചി പറയുകയാണ് കേട്ടോ. ഏതായാലും ഈ സമയത്ത് ആന്റണീനെ കാണിക്കുകയാണ്. ആന്റണി കൂട്ടുകാരുമായിട്ട് ഭയങ്കര സംസാരമാണ് കേട്ടോ. നമ്മുടെ ആന്റണി സംസാരിക്കുന്നത് സച്ചിനെ കുറിച്ച് തന്നെയാണ്. കിട്ടൂടാ, എനിക്കൊരു ചാൻസ് കിട്ടും, അവന്റെ ചെകിടത്തിനിട്ട് അടിക്കാനായിട്ട്. അവൻ എന്നെ നാണം കെടുത്തിയിട്ടുണ്ട്, ഉറപ്പായിട്ടും എനിക്കൊരു ചാൻസ് കിട്ടുന്നത്. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ശ്രുതിയും മീരയും കൂടെ കയറി വരുന്നത്. ഇവരെ കണ്ടതും, ഇതാരാ, ബാബാ കയറി വന്നിരിക്കുക. അല്ല, ഇന്നും കൈവീശിയാണ് വന്നിരിക്കുന്നത്? അല്ല, ഇന്ന് കൈവീശിയല്ല വന്നിരിക്കുന്നത്. വീഡിയോ മാത്രമല്ല, സച്ചിയുടെ ഫോൺ തന്നെ എന്റെ കയ്യിലുണ്ട്. സത്യമാണോ നീ പറയുന്നത്? അതേന്നേ, ഞാൻ സത്യം തന്നെയാ പറയുന്നത്. എന്താ നിങ്ങൾ എന്നോട് ചോദിച്ചത്? അതല്ലേ ചോദിച്ചത്? ആ വീഡിയോ അത് ഈ ഫോണിനകത്തുണ്ട്, ഇന്നാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ ആന്റണി പറഞ്ഞു, വെറുതെ അല്ല നിന്റെ മുഖത്ത് നിന്നൊരു തെളിച്ച ഇതുമായിട്ട് വന്നത് കൊണ്ടാണല്ലേ? അല്ല, ആ വീഡിയോ ഒന്നും എനിക്ക് അയച്ച, അവന്റെ ഫോണൊന്നും എനിക്കില്ലെങ്കിലും കുഴപ്പമില്ല, ആ വീഡിയോ എനിക്ക് വേണം. വീഡിയോ ഒക്കെ അയച്ചു തരാം ആന്റണി. പക്ഷേ ഒരു കാര്യമുണ്ട്, ആന്റണി എന്നോടൊരു വാക്കൊക്കെ പറഞ്ഞിരുന്നല്ലോ, ഞാന് ഒരാളെ ശരിയാക്കണം എന്ന് പറഞ്ഞില്ലേ? ആ കാര്യം ആന്റണി ചെയ്തോ?
എന്താ ശ്രുതി ഇത്? നിനക്ക് എന്നെ വിശ്വാസമില്ലേ? തീരെ വിശ്വാസമില്ലേ? സത്യം പറയാലോ ആന്റണി, നിന്നെ അങ്ങനെ കണ്ണു അടച്ച് വിശ്വസിക്കാൻ പറ്റത്തില്ല എനിക്ക്. നീ പല നുണകളും പറയുന്ന ആളാ. അപ്പൊ പിന്നെ എങ്ങനെയാ ഞാൻ വിശ്വസിക്കുന്നത്? അന്ന് നവീൻദാസിനെ പേ കൂടി പോലീസിന് കൈമാറിയത് സച്ചിയല്ലേ? എന്നിട്ട് നീ എന്താ പറഞ്ഞത്? നീയാ അങ്ങനെ ചെയ്തതെന്നും എന്നിട്ട് വലിയ ആളായി. എന്നിട്ട് എനിക്ക് മനസ്സിലാവില്ലെന്ന് വിചാരിച്ചോ? കള്ളം വെളിയിൽ വരില്ലെന്ന് വിചാരിച്ചോ? നവീൻദാസിന്റെ ശല്യം ഒഴിവാക്കിയാൽ അടുത്ത സെക്കൻഡില് ആ വീഡിയോ ഞാൻ അയച്ചു തരും. അല്ലാതെ ഈ ശ്രുതി അയച്ചു തരില്ല. കുഴപ്പമില്ല, നീ പറഞ്ഞത് ഞാൻ ചെയ്തതിന് ശേഷം അയച്ചു തന്നാ മതി. അപ്പൊ പിന്നെ നിനക്കും പ്രശ്നമില്ല, എനിക്കും പ്രശ്നമില്ല. ഇപ്പം ആ വീഡിയോ പുറത്ത് വിട്ടാല ശരത്തിന് മാത്രമല്ല രേവതിയുടെ ഈ ലൈഫിന് പ്രശ്നം ഉണ്ടാകും, സച്ചിയുടെ ലൈഫിന് പ്രശ്നം ഉണ്ടാകും. പിന്നെ ഇതൊക്കെയല്ലേ നിനക്ക് വേണ്ടത്? അവര് നിന്റെ സ്വന്തക്കാരല്ലേ, ബന്ധുക്കാരല്ലേ? അപ്പം മാത്രമല്ലല്ലോ നിങ്ങളുടെ ചെറിയ ശത്രുതയും എനിക്കറിയാം. അതെ, എന്റെ ലൈഫ് തന്നെ എനിക്ക് മുഖ്യം. നീ ഇപ്പൊ ഞാൻ പറഞ്ഞത് ആദ്യം ചെയ്യ് ആന്റണി. അതിന് കൂടുതൽ ടൈം ഒന്നും വേണ്ട ഈ ആന്റണിക്ക്. നവീൻദാസിന്റെ അഡ്രസ്സും ഫോൺ നമ്പറും ഇപ്പൊ നീ അയക്ക്. 5-10 മിനിറ്റിനുള്ളിൽ അവന്റെ കാര്യം ഓക്കെ ആക്കണ കാര്യം ഞാൻ ഏറ്റു, അയക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ അവരാണെങ്കിൽ മീരയാണെങ്കിൽ ആന്റണിയുടെ നമ്പറിലേക്ക് അയക്കുകയാണ്. എന്നിട്ട് മീര പറഞ്ഞു അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആ അഡ്രസ്സൊക്കെ നോക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ വീഡിയോ അവിടെ നിന്ന് വേറൊരു ഗുണ്ടയ്ക്ക് നമ്മുടെ ആന്റണി അയച്ചു കൊടുത്തിട്ട് ഒരു കാര്യം ചെയ്യ്, ഇവനെ കസ്റ്റഡിയിൽ എടുക്കാൻ പറയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ശ്രുതിയോട് പറഞ്ഞതേ ഞാൻ ചെയ്തല്ലോ, മനസ്സിലായല്ലോ, എന്നാ പിന്നെ ആ വീഡിയോ അയക്ക്. ഇല്ല സാറേ, നവീൻ ദാസിനെ നിങ്ങൾ പിടിച്ചു എന്നറിയാതെ ഒരിക്കലും ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് അയക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോ, ഓഹോ അത്രയ്ക്ക് വിശ്വാസക്കുറവാണോ എന്നെ നിനക്ക്? ആ വിശ്വാസക്കുറവാ സാറേ. അല്ല സാറേ എന്നല്ല കേട്ടോ ആന്റണി, വിശ്വാസം അതിപ്പം എന്റെ ഇതുപോലെ ഇരിക്കില്ലേ? എനിക്ക് ഇപ്പം നവീൻദാസിനെ കണ്ടാലേ വിശ്വാസം വരത്തുള്ളൂ. ഓ ഇപ്പം എനിക്ക് തോന്നുന്നത് ഞങ്ങളെക്കാളും വലിയ ക്രിമിനലാ നിങ്ങൾ രണ്ടുപേരുന്നാ. കേട്ടോ ശ്രുതി? ആ അതെ സാറേ, ഞങ്ങൾ കുറച്ച് ക്രിമിനൽ ആണെന്ന് കരുതിക്കോ. എന്റെ ജീവിതം രക്ഷിക്കാൻ വേണ്ടി, എന്റെ ജീവിതത്തിന് വേണ്ടി ഞാൻ ഏതറ്റം വരെ വേണമെങ്കിലും പോകും. ഏതായാലും നീ വെയിറ്റ് ചെയ്യ് പുറത്ത്. നവീൻദാസിനെ തൂക്കിയെടുത്ത് ഇപ്പൊ തന്നെ അവര് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ശ്രുതിയും മീരയും കൂടെ അവിടെ ഇരിക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ നമ്മുടെ സച്ചി ഫോൺ തേടി തേടി മടുത്തു. ലാസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ സച്ചി പരാതി കൊടുക്കണ്ടെന്ന് വെച്ചാണ്. അങ്ങനെ നമ്മുടെ സച്ചി എന്ത് ചെയ്യുന്നു എന്നാ പിന്നെ എടാ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ തന്നെ പരാതി കൊടുക്കാടാ ഈച്ച എന്ന് പറഞ്ഞുകൊണ്ട് ഈച്ച എന്ന് പറയുന്ന കൂട്ടുകാരനുണ്ടല്ലോ, പുള്ളിക്കാരനെ വിളിച്ചുകൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാണ്. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറയാണ്, സാറേ എനിക്കൊരു കംപ്ലൈന്റ് തരാനുണ്ട്. നല്ല ടെൻഷൻ ഉണ്ടല്ലോ, കംപ്ലൈന്റ് എന്താ? അത് പിന്നെ എന്റെ ഫോൺ കാണാനില്ല സാറേ. അല്ല ഫോൺ ഏതാ? വില കൂടിയ വല്ല ഫോണുമാണോ? ഏയ് വലിയ വില കൂടിയ ഫോണൊന്നുമല്ല, ഒരു സാധാരണ ഫോണാ. എന്നാലും അതിന് എത്ര വില വരും അതൊന്ന് പറ. ഒരു 10,000 രൂപയോളം വരും. 1000 രൂപയുടെ ഫോണോ? നിന്റെ ടെൻഷൻ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു 1,00,000 മുകളിലുള്ള ഫോണാണെന്ന്. അത് പിന്നെ അത്രയും വിലയുള്ള ഫോണാണ് കാണാതായെങ്കിലേ ഇവനിപ്പോ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചതന്നെ സാറേ നീച്ച. അപ്പോൾ നമ്മുടെ സച്ചു പറഞ്ഞു, സാറേ എനിക്ക് ആ ഫോൺ വിലപ്പെട്ടതാ സാറേ. സാറേ എത്രയും പെട്ടെന്ന് ആ ഫോൺ എനിക്ക് കണ്ടെത്തി തരണം. ഇന്നലെ രാത്രി ഞാൻ ഒരു ഫംഗ്ഷന് പോയിരുന്നു, അവിടെ വെച്ച് ആരും എടുത്താന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞപ്പോ, താനെ അവിടെ കയറി വരുന്ന സമയത്ത് ഒരാൾ ഇരിക്കുന്നത് കണ്ടായിരുന്നോ? എവിടെ? ഇവിടെയോ സാറേ? ആ കണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയെ കാണാനില്ല. നിനക്കറിയാമോ? അദ്ദേഹത്തിന്റെ ഭാര്യയെ കാണാനില്ല, പരാതി തരാൻ വേണ്ടി വന്നതാ. എന്നിട്ട് എന്ത് പറ്റി സാറേ? ഭാര്യയെ കാണാതായ അദ്ദേഹത്തിന് 10,000 രൂപ വിലയുള്ള ഫോൺ കാണാതായ നിന്റെ അത്ര ടെൻഷൻ ഇല്ലല്ലോടോ. എന്തൊരു ടെൻഷനാണോ നിനക്ക്? അദ്ദേഹത്തിന്റെ ഭാര്യ മുഖ്യമല്ലായിരിക്കും, പക്ഷെ എന്റെ ഫോൺ എനിക്ക് മുഖ്യമാട്ടോ. പിന്നെ ഒരു ചെറിയൊരു തിരുത്തം തൊട്ട് ഞാൻ 1000 രൂപ എന്ന് പറയുന്നത് 1000 അല്ല 10,000 ആട്ടോ ഫോണിന്റെ വിലയെ. ഇപ്പൊ 1000 രൂപയ്ക്ക് വല്ല ഫോണും കിട്ടുമോ? എന്നാൽ ഈ സമയത്ത് പോലീസുകാരൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ, കമ്പനി ഏതാണ് എന്നൊക്കെ കളർ ഏതാണ് എന്നൊക്കെ എഴുതി കൊടുക്കുക. അപ്പൊ പിന്നെ കുഴപ്പമില്ല. അതുകൊണ്ട് സാറ് ഇപ്പൊ തന്നെ കിട്ടുമോ? ഇപ്പൊ തന്നെ കിട്ടും, ഫോണിന്റെ പോക്കറ്റിൽ ഇരിക്കുന്നു, ഇപ്പൊ ഞാൻ എടുത്തു തരാണോ എന്നിങ്ങനെ നമ്മളെ പോലീസുകാരനും പറഞ്ഞു കേട്ടോ. സത്യം പറഞ്ഞാൽ സച്ചിക്ക് അടിമുടി വിറച്ച് കയറി, എന്ത് ചെയ്യാനാണ്. അപ്പൊ നമ്മുടെ പോലീസുകാരൻ പറഞ്ഞു, നിന്റെ ഫോണിന്റെ പുറകെ മാത്രം ഞാൻ ഓടിയാ പോരാ, വേറെ ജോലി ഒരുപാടുണ്ട്, കംപ്ലൈന്റ് എഴുതി കൊടുത്തിട്ട് പോകാൻ നോക്കാൻ. ഈ ഒരു സമയത്ത് നമ്മുടെ ഈച്ചയ്ക്ക് ഒരു ഫോൺ കോൾ വന്നപ്പോ ഈച്ച അത് അവിടെ എടുത്തു വെച്ചിങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്ക് പോലീസുകാരൻ പറഞ്ഞു, എടോ ഇത് തന്നെ വീടല്ല, പുറത്തിറങ്ങി സംസാരിച്ചോ, അകത്തിരുന്ന് അലർന്നോ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ സച്ചു പറഞ്ഞു, സാറേ പെട്ടെന്ന് കണ്ടുപിടിച്ച് തരൂലല്ലോ സാറേ, താൻ പോയി പരാതി എഴുതി കൊടുക്കുക, എന്നിട്ടല്ലേ ബാക്കി കാര്യം. ചെല്ല് ഒരു ഫോൺ പോയതിന് ഇതിന് മാത്രം കിടന്ന് വെപ്രാളപ്പെടേണ്ട വല്ല കാര്യമുണ്ടോ? അവന്റെ ഒരു ഫോണും മൊബൈലും എന്നൊക്കെ പറഞ്ഞ് പോലീസുകാരൻ പുച്ഛിച്ച് തള്ളുകയാണ് കേട്ടോ. എന്നാലും ഈ സമയത്ത് നമ്മുടെ സച്ചി ആണെങ്കിൽ അവിടെ പുറത്തിരിക്കുന്ന ഒരു പോലീസുകാരൻ, അതായത് റൈറ്ററിനെ പറഞ്ഞു, അതെ എനിക്ക് പരാതി എഴുതാനുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇപ്പം വിളിക്കാം, ഇപ്പം പരാതി എഴുതാം എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ സച്ചി പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീരേനെ ശ്രുതിനെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ മീര ചോദിച്ചു, തൂക്കിയെടുത്ത് കൊണ്ടുവരുത് പറഞ്ഞിട്ട് കാണുന്നില്ലല്ലോ ആന്റണി, നിന്റെ ആൾക്കാർ അതുവഴി പോയോ? ഉള്ളിച്ചാക്ക് തൂക്കിയെടുക്കാനല്ല അവര് പോയത്, ഒരാളിനെ കൊണ്ടുവരാനാ പോയത്. വെയിറ്റ് ചെയ്യ്, അവര് വരും. വെയിറ്റ് ചെയ്യാനല്ലേ പറഞ്ഞത്?
ഹാ കളിയാക്കുന്ന മനുഷ്യനെ. ഏതായാലും ഈ സമയത്താണ് എടാ ഇങ്ങോട്ട് വാടാ, വിട്, എടാ എടാ ഇവിടെ വാടാ, നിന്നെ ഒന്ന് കൊല്ലൂടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരാളെ കൊണ്ടുവരുന്നത്. ആരെയല്ല, നമ്മുടെ നവീൻദാസിനെ തന്നെയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, അയ്യോ ആ കൊണ്ടുവരുന്നത് അയാളെ ആണെങ്കിലേ ഞങ്ങളെ അയാൾ കാണാൻ പാടില്ല ആന്റണി, നിങ്ങളൊന്ന് മാറി നിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മീരയും ശ്രുതിയും മാറി നിന്നു. അപ്പോഴത്തേക്ക് നവീൻദാസിനെ അകത്തേക്ക് ഏറ്റിക്കൊണ്ടുവരികയാണ്. കണ്ണൊക്കെ കെട്ടിയിട്ടുണ്ട്. വിടടോ, എന്നെ വിട്, എനിക്ക് വയ്യ, വിടാനല്ലേ പറഞ്ഞത്, എന്തിനാണോ എന്നെ തട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്, എനിക്ക് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് എന്നൊക്കെ നവീൻദാസ് അവർക്ക് ചോദിക്കുന്നുണ്ട്. ഏതായാലും ഒളിച്ചു നിന്ന് ശ്രുതി നവീൻദാസ് ആണെന്നത് ഉറപ്പിക്കുന്നുണ്ട്. നവീൻദാസിനെ ആ ഗുണ്ടകൾ അങ്ങോട്ട് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്കും നമ്മുടെ മീരയോട് പറയുകയാണല്ല, ഇപ്പൊ നിനക്ക് സമാധാനം ആയില്ലേ, ഇപ്പൊ കണ്ടില്ലേ, ദേ അവനെ ഞാൻ കൊണ്ടുവന്നല്ലോ, ഇനിയിപ്പൊ എന്താ വേണ്ടത്? അത് പിന്നെ ആന്റണി അവന്റെ 4 പല്ലും എടുത്ത് കൈയും കാലും തല്ലി ഓടിക്കണം. ഇപ്പൊ ഒന്നും ചെയ്യത്തില്ല. ആരാണ് അവനെ പിടിച്ചോണ്ട് വന്നത്, എവിടെയാണ് ഉള്ളതെന്നൊന്നും അവനിപ്പൊ അറിയത്തില്ല. ആ ഭയത്തിലാ ഇപ്പൊ അവനുള്ളത്. അവനെ ഇഞ്ചിഞ്ചിഞ്ചായിട്ട് ഞങ്ങൾ ഓരോന്ന് ചെയ്തോളാം. 2-3 ദിവസം അവനിങ്ങനെ ഇരുട്ടുമുറിയിലിട്ട് അടയ്ക്കും. അപ്പൊ അവന്റെ ഭയം കൂടി 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 വരും. 3 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടി അങ്ങോട്ട് തുടങ്ങും, ചത അങ്ങോട്ട് തുടങ്ങും. ഒരേ ഇടി, നിർത്താതെ ഇടി. 5-ാം നാളെ അവൻ ഇവിടുന്ന് നാട് കടത്തും. പിന്നെ ഒരിക്കലും അവന് ഈ പരിസരത്ത് വരില്ല. ഇനി പിന്നെ അവൻ നാട്ടിലേക്ക് വരത്തേയില്ല. ഈ നാട് കാണുമ്പം അവൻ പേടിച്ചു പോവും. നിന്നെ ഒരിക്കലും അവൻ വിളിക്കാനും പോകുന്നില്ല, കാണാനും പോകുന്നില്ല. ഒരു ശ്രുതി, നിനക്ക് ഇതല്ല വേണ്ടത്? മതി, ഇത് മതി ആന്റണി, താങ്ക്സ്, ഒരുപാട് താങ്ക്സ്. ഓ എന്നാ പിന്നെ ഇനി വീഡിയോ അയച്ചു തരാലോ അല്ലെ? ആ അയക്കാം, അതിനിപ്പോ എന്താ, ഞാൻ ഇപ്പൊ തന്നെ അയക്കാം എന്നും പറഞ്ഞുകൊണ്ട് ആ വീഡിയോ ആന്റണിക്ക് അയച്ചു കൊടുക്കാണ് കേട്ടോ. ഇനിയാണ് കേട്ടോ നമ്മുടെ കഥ മാറാൻ പോകുന്നത്. ഏതായാലും ആ വീഡിയോ നമ്മുടെ ആന്റണിയുടെ ഫോണിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോവുക? നമ്മുടെ ശരത്തിന്റെ ജീവിതം, ശ്രുതിയുടെ ജീവിതം രക്ഷിക്കാൻ വേണ്ടി ശരത്തിനെ സത്യം പറഞ്ഞാൽ ബലിയാടാക്കാണ് ആന്റണി. ഇനി ശരത്തിനെയും ബലിയാടാക്കുക തന്നെയാണ് ചെയ്യുന്നത് നമ്മുടെ ശ്രുതി. അതിനുള്ളത് ശ്രുതിക്ക് കിട്ടും. ഈ സമയത്ത് ശ്രുതിയും മീരയും പോയി കേട്ടോ. അപ്പോഴത്തേക്ക് കൂട്ടുകാരൻ വന്ന് ചോദിക്കുന്നുണ്ട് ആന്റണിയോട്, വീഡിയോ കിട്ടിയോ? കിട്ടിയെന്നേ. അല്ല, ഈ വീഡിയോ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ശരത്തിന് പുറത്തിറങ്ങാൻ പറ്റില്ല. അവന്റെ ഭാവി ആരാ നശിപ്പിക്കുന്നത്? ഞാനല്ലേ. ഇനി അവൻ ഈ വീടിന് വെളിയിൽ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ എന്താ ഭാവി? രേവതിക്കും സച്ചിക്കും ഇവിടെ നിൽക്കാനും പറ്റാതെ വരും. കാരണം അവളുടെ അമ്മ അവളെ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കും. ഈ ആന്റണിയോട് കളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കുമെന്ന് മനസ്സിലാകാൻ പോകുന്നതേ ഉള്ളൂ. അല്ല, എന്നാ പിന്നെ പെട്ടെന്ന് ഗ്രൂപ്പിലിട്. ഓടാ, ബുദ്ധി വേണോടാ, ബുദ്ധി. ഞാൻ ഈ വീഡിയോ വേറൊരാളുടെ ഫോണിൽ നിന്ന് റിലീസ് ചെയ്യും. എന്റെ ഫോണിൽ നിന്ന് ഒരിക്കലും ഞാനിത് അയക്കില്ലടാ. എന്റെ ഫ്രണ്ട് ജിത്തുവിന്റെ ഫോണിൽ നിന്ന് അയക്കാം. അങ്ങനെയാകുമ്പോ കുഴപ്പമില്ലല്ലോ. ഓ എന്റെ ചേട്ടാ, ആന്റണി ചേട്ടൻ അപാര ബുദ്ധി തന്നെ. ഈ ബുദ്ധിയൊക്കെ വെച്ചോണ്ട് ആന്റണി ചേട്ടൻ എന്റെ ദൈവത്തെ സമ്മതിക്കണം കേട്ടോ എന്ന് പറഞ്ഞ് കൂട്ടുകാരെ 2 പോകഴത്തലും. ഏതായാലും ആന്റണി അത് കണ്ടങ്ങ് രസിക്കുകയാണ് കേട്ടോ ആ വീഡിയോ കണ്ട്. ഈ സമയത്താണെങ്കിൽ നമ്മുടെ മീരേനെയും ശ്രുതിനെയും കാണിക്കാൻ മീര പറയുക, രേവതിനെ ഓർത്തിട്ട് എനിക്ക് വിഷമം തോന്നുന്നു, അവൾ എന്താ പഴിച്ചത്? ദേ നീ എന്നെ ദേഷ്യപ്പിടിപ്പിക്കരുത് കേട്ടോ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ദേ നിന്റെ വീട്ടിലൊരു ഭൂകമ്പം ഉണ്ടാകാം ശ്രുതി. നിന്റെ അമ്മായിയമ്മയ്ക്ക് രേവതിക്ക് എതിരായിട്ട് കിട്ടിയ ഒരു ആയുധമല്ലേ. രേവതിയെയും സച്ചിനെയൊക്കെ അവിടെ നിന്ന് പുറത്താക്കൂലേ? ആക്കും. ആ 2 പേരും വീട്ടിൽ നിന്ന് പോട്ടെ. അതിനിപ്പോ എന്താ? നവീൻദാസിനെ പൂട്ടാൻ വേണ്ടി മാത്രമല്ല, ഇതിനു വേണ്ടി കൂടി തന്നെയാ ഞാൻ ഇതൊക്കെ ചെയ്തു കൂട്ടിയത്. നിന്റെ ആഗ്രഹം നടക്കും, ശരിയാ. ഇന്നത്തെ കാലത്ത് തെറ്റ് ചെയ്യുന്നവർക്ക് ഒരു പ്രശ്നമില്ല. പക്ഷെ ഇതൊന്നും ചെയ്യാത്തവർക്കാണ് പ്രശ്നം. നീ ആരുടെ കൂടിയാ മീര? എന്റെ കൂട്ടുകാരിയോ അവളുടെ കൂട്ടുകാരിയോ? എന്നെ നോക്കി പേടിപ്പിക്കുന്നത് വേണ്ട. ഞാൻ ഒരു നഗ്നമായ സത്യം പറഞ്ഞു എന്നേ ഉള്ളൂ. നീ തൽക്കാലം ഒന്നും പറയണ്ട, ഒന്നും ചെയ്യണ്ട, ദയവ് ചെയ്ത്. ഞാൻ എപ്പോഴും പറയാറില്ലേ മീരെ, ഞാൻ മറ്റുള്ളവരുടെ വിഷമത്തെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കാറില്ല. എന്റെ വിഷമം, എന്റെ ജീവിതം, അതാ എനിക്കിപ്പം വലുത്. അല്ല, ആ വീഡിയോ പുറത്തിറങ്ങി തന്റെ ഫോണിൽ നിന്ന് അത് പുറത്തു പോയതെന്ന് സച്ചിക്ക് മനസ്സിലാവില്ലേ? ഫോൺ എടുത്ത ആളെ കണ്ടെടുത്താനായിട്ട് ഇങ്ങനെ ശ്രമിക്കില്ലേ? അന്വേഷണം വളഞ്ഞു പുളഞ്ഞു വന്ന് ഒടുവിൽ നിന്നിലേക്ക് വന്ന് അവസാനിക്കില്ലേ? ഇല്ല, ഒരിക്കലും ഇല്ല. എന്നിലേക്കൊന്നും അവസാനിക്കത്തില്ല. ഈ ഫോണല്ലേ, ഈ ഫോണ് ഞാന് കൊണ്ടുവയ്ക്കാൻ പോവാ. ഇത് ഞാനല്ല കൊണ്ടുവയ്ക്കുന്നത്. നീ ഇത് പിടിക്കുക. അല്ല, ഇതെന്തിലും ഞാൻ പിടിക്കുന്നത്? അല്ല, ഇതിലുണ്ടായിരുന്ന വീഡിയോ ഒക്കെ ഞാൻ എന്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം എനിക്ക് ഇത് ആവശ്യം വേണ്ട. ഇനിയിപ്പം നമ്മൾ ഈ ഫോണ് സച്ചിക്ക് കൊടുക്കണം, നശിപ്പിക്കണം, അത് നീ പറ. ഇനി ഈ ഫോൺ നശിപ്പിച്ചാല് എന്നിലേക്ക് എത്താനും കഴിയത്തില്ല. അല്ല, ഇത് എങ്ങനെ നശിപ്പിക്കാനാ പ്ലാൻ? അപ്പൊ നീ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഇല്ല, കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല. ഇതിപ്പോ നിന്റെ കയ്യിൽ ഇരിക്കട്ടെന്നേ. എന്റെ കയ്യിൽ ഇരിക്കുന്ന അപകടമാ. പിന്നെ ആ അപകടം എന്റെ കയ്യിൽ വെച്ച് തരുമല്ലോ, എനിക്ക് വേണ്ട. എടി, നീ ഫോൺ ഓൺ ചെയ്യാതിരുന്നാ മതി, ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല. അയ്യോ, എനിക്ക് പേടിയാ. നിന്റെ ഓഫീസിന്റെ മുമ്പിൽ ഒരു കായലില്ലേ, ആരും കാണാതെ ഈ ഫോണ് ആ കായലിലേക്ക് എറിഞ്ഞേരെ, അവിടെ തീർന്നില്ലേ? ഞാൻ തന്നെ ഇതൊക്കെ ചെയ്യണോ? എനിക്ക് പേടിയാ. എന്തിനാടി പേടിക്കുന്നത്? ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഞാനല്ല പറയുന്നത്. ഇത് മേടിക്ക, നിന്റെ കൂടെ ഞാനില്ലേ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് നമ്മുടെ മീരയ്ക്ക് ആ ഫോണ് കൊടുക്കുകയാണ് കേട്ടോ.
ഏതായാലും പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചിനെ രേവതിനെയാണ്. അപ്പം സച്ചി വീട്ടിൽ ചെന്ന് പറയാണ് ഫോണ് കിട്ടിയില്ല എന്ന്. ഫംഗ്ഷൻ നടന്ന സ്ഥലത്ത് എല്ലാ സ്ഥലത്തും നോക്കി രേവതി എന്നിട്ട് ഫോൺ കിട്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ വന്നിട്ട് സച്ചിന്ന് വിളിക്കുക. അപ്പോഴത്തേക്കും എന്താ അച്ഛാ, അത് പിന്നെ നീ വേറെ എവിടെയെങ്കിലും ഫോൺ കൊണ്ട് വെച്ചായിരുന്നോ? ഇല്ല അച്ഛാ, ഞാൻ വേറെ എവിടെയും കൊണ്ട് വെച്ചില്ല, വേറെ എവിടെ പോയില്ലല്ലോ. അല്ല ഫംഗ്ഷന് പോയപ്പോ നീ ആ ഫോൺ എടുത്തായിരുന്നോ? ഫംഗ്ഷന്റെ സമയത്ത് ഫോൺ എന്റെ അടുത്ത് ഉണ്ടായിരുന്നല്ലോ. പാർലറിൽ എടുത്തിട്ട് ഫ്രണ്ടില്ലേ മീര, അവള് എന്റെ ഫോൺ എടുത്ത് വീഡിയോ ഒക്കെ പിടിച്ചിരുന്നു. അല്ല എന്നിട്ട് അവളുടെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ചില്ല അതിന് ശേഷം? ആ മേടിച്ചു, അതെനിക്ക് ഓർമ്മയുണ്ട്. ഫോണ് കോട്ടിന്റെ പോക്കറ്റിൽ ഇട്ടെന്നാ എനിക്ക് ഓർമ്മ. ഉം അപ്പം സച്ചേട്ടാ, കോട്ടിന്റെ പോക്കറ്റില് ഫോണൊന്നും ഇല്ലല്ലോ, ഞാൻ നോക്കിയതല്ലേ, അപ്പൊ പിന്നെ എവിടെ പോയി? ശോ, ഇനിയിപ്പോ എന്താ ചെയ്യുക, ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ആ ഫോണ് എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് പറ്റുവച്ചാ. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര, ഓ ഇവന്റെ കളിയൊക്കെ കണ്ടാ തോന്നും നഷ്ടപ്പെട്ടത് ലക്ഷങ്ങളുടെ ഫോണാണെന്ന്. അപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, അതിന്റെ വിലയല്ലല്ലോ അമ്മ ഇപ്പൊ പ്രശ്നം, അതിലുള്ള ഫോൺ നമ്പറുകളാ. സച്ചേട്ടന് സ്ഥിരം ട്രിപ്പ് വിളിക്കുന്നവരുടെ നമ്പറൊക്കെ അതിലാ, ആ നമ്പറിലല്ലേ എല്ലാവരും വിളിക്കത്തുള്ളൂ. ഓ ഇതിനാണോ ഇത്ര വലിയ ടെൻഷൻ? ഇതിപ്പം സുധിയുടെ ഫോണാണ് നഷ്ടപ്പെട്ടെങ്കിൽ ടെൻഷൻ അടിക്കാനുണ്ട്. അതിൽ വലിയ വലിയ ബിസിനസ്സുകാരുടെ ഒക്കെ നമ്പർ കാണും. ഇതിപ്പോ 200-ന് 500-ന് ട്രിപ്പ് പിടിക്കുന്നവരുടെ നമ്പറല്ലേ. ഓ എന്റെ പൊന്നമ്മ ഒന്ന് നിർത്തുന്നുണ്ടോ? സച്ചേട്ടൻ ഫോൺ കാണാത്തതിന്റെ വിഷമത്തില. അതിനിടയിൽ ഇങ്ങനെ കുത്തുവർത്താനം പറയരുതെന്ന്. ഓ ബോധം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുവോ? ഇല്ലല്ലോ. അവൻ കുടിച്ച് കൂത്താടി 4 കാലിലല്ലേ കേറി വന്നത്. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ സച്ചിക്ക് ദേഷ്യം വരികയാണ് കേട്ടോ. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, ദേ ചുമ്മാ നീ ഓരോന്ന് പറഞ്ഞ് അവനെ ദേഷ്യം പിടിപ്പിക്കാതെ ഇരിക്കും എന്റെ പൊന്നു ചന്ദ്രൻ, നിന്റെ വായൊന്ന് അടച്ചു വെക്ക. നീ പോയിട്ട് നിന്റെ ജോലി ചെയ്യാൻ നോക്ക്, മനുഷ്യന് സ്വസ്ഥത കളയാനായിട്ട്. ഓ ഒരു ചായ കുടിക്കാൻ എന്നെ സമ്മതിക്കില്ലേ? സമ്മതിക്കില്ല, നീ അങ്ങോട്ട് ചെല്ലാൻ നോക്ക്. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, മോനെ നീ വിഷമിക്കണ്ട, പോയത് പോട്ടെ, നീ പോയി ഒരു ഫോൺ മേടിക്കാൻ നോക്ക, അതിനിപ്പോ എന്താ പ്രശ്നം ഇരിക്കുന്നത്? നീ ഇവനെ കൂട്ടിക്കൊണ്ട് അകത്ത് പോകാൻ പറയാണ്. അപ്പൊ സച്ചിക്ക് ഭയങ്കര സങ്കടം കേട്ടോ, ആ ഫോണിനകത്ത് രഹസ്യമേ. അപ്പൊ ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കും അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷമായിട്ട് പെട്ടെന്ന് വരാം. ചാറ്റാ ബൈ ബൈ, ലൈക്ക് അടിക്കാൻ മറക്കരുതേ.